ചികിത്സ വേണ്ടവരുണ്ട്, എത്ര പേർ ആക്ച്വൽ കണക്ക്. ആ കണക്ക് ഇപ്പോൾ ഓൾറെഡി 18-ാം തീയതി തന്നെ കൊടുത്തു കഴിഞ്ഞു. 17-ാം തീയതി ടിങ്കു വിസളയച്ച കത്തിൻ്റെ കോപ്പി ആണ് എൻ്റെ കയ്യിലുണ്ട്. 18-ാം തീയതി തന്നെ അയച്ചു കഴിഞ്ഞു. 17-ാം തീയതി ഞാൻ കണ്ടു, അന്ന് തന്നെ CM കണ്ടു, ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ പണം കൊടുക്കാത്തൊരു പ്രയാസവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല. പണമെല്ലാം എത്രയാണ് എന്നുള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നലെ നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട MLA കൂടി സാന്നിധ്യത്തിൽ ഇന്നലെ നടത്തിയിട്ടുള്ള ഒരു പൊതു റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ബുധനാഴ്ച അല്ല വ്യാഴാഴ്ച ചേരുന്ന ക്യാബിനറ്റ് മുമ്പത്തിലും ക്യാബിനറ്റ് ആ കാര്യം പരിഗണിച്ചാൽ പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് ആയിട്ടും ആദ്യം ആലോചിക്കും, പിന്നെ എല്ലാ കക്ഷി നേതാക്കളുമായും കൂടി ആലോചിച്ചൊരു പൊതുധാരണയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇത് സംബന്ധിച്ച ഒരു പ്രയാസവും ഇപ്പോൾ ഇല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിനെ മാത്രം മെച്ചം കൊണ്ടല്ല, MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടി ഇടപെട്ട് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് താൽക്കാലികമൊരു ദിവസം സാധ്യമാക്കി എന്നുള്ള വലിയ ഒരു ഗുണകരമായിട്ടുള്ള കാര്യമുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ജില്ലാ ഭരണകൂടം മാത്രമല്ല, ഇവരെല്ലാവരും കൂടി ആലോചിച്ച് ആളുകൾക്ക് കൊടുക്കേണ്ട വിധത്തിലുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിൽക്കുന്നത് ഒരു ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകളുടെ കാര്യമാണ്. ഞങ്ങളിന്ന് രാത്രി കാര്യം ചർച്ച ചെയ്തിരുന്നു. അതിനുവേണ്ടിയുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ ആരാണെങ്കിലും അവർക്ക് ആംബുലൻസ്, അവർക്ക് വീട്, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാം ജില്ലാ ഭരണകൂടം തന്നെ തയ്യാറാക്കി നൽകും. അപ്പം അതിനകത്ത് ഒരു ചുമതലക്കാരൻ വേണം. ഇപ്പോൾ നമ്മളൊരു നമ്പർ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു ഫോൺ നമ്പർ. ബന്ധപ്പെട്ട ആളുകൾക്ക് വിളിക്കാൻ പറ്റുന്ന ടോൾ ഫ്രീ ആയിട്ടുള്ളൊരു നമ്പർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ തിരിച്ചു പോരുന്ന 794 ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കാൻ ഉദ്യോഗസ്ഥരെ കൂടി ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് കളക്ടറെ ആ കാര്യത്തിൽ പ്രത്യേകമായ ചുമതല, ഗൗതം പ്രത്യേകമായിട്ടുള്ള ചുമതല ആ കാര്യത്തിലെടുക്കും. 800 233 022 800 233 8800 233 022 ഈ നമ്പറിൽ എപ്പോൾ വിളിച്ചാലും ആളെ കിട്ടാവുന്ന വിധത്തിൽ ശ്രമിക്കും. 1800 മറ്റേ PRD അതിൻ്റെ വിശദാംശം എല്ലാവർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുള്ള എല്ലാവർക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകേണ്ട ഒരു പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ, അതായത് പിന്നെ ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, അതിനുള്ള ES ഉദ്യോഗസ്ഥൻ തന്നെ ചുമതലപ്പെടുത്താണ് നമ്മുടെ അസിസ്റ്റന്റ് കളക്ടർ ഗൗതമാണ് അതിൻ്റെ ചുമതല. അപ്പം അത്രയും ഡീറ്റെയിലായി നമ്മൾ വളരെ കാര്യമായി ആ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ആളുകൾക്ക് കട്ടിൽ, കിടക്ക, വീട്ടിലെ സൗകര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ ഒന്ന് വിളിച്ചാൽ മതി, അപ്പം തന്നെ എത്തിക്കാം. പറഞ്ഞോളൂ. ഇതേപോലെ അല്ല, അത് അധ്യാപകരെ നമ്മൾ പുനർവിന്യസിപ്പിക്കാൻ ആലോചിച്ചിട്ടുണ്ടല്ലോ. വെള്ളാർമലയിലും മറ്റേ മുണ്ടക്കയിലുമുള്ള മുഴുവൻ അധ്യാപകരെയും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റും. വേറെ പ്രയാസം ഉണ്ടാവില്ല. റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു വയനാട്ടിൽ.